അസമിൽ വൻ ലഹരിമരുന്ന് വേട്ടയുണ്ടായിരിക്കുന്നു. അമിൻഗാവിൽ 70 കോടി രൂപയുടെ ലഹരിമരുന്നാണ് പിടികൂടിയിരിക്കുന്നത്. 2 പേർ അറസ്റ്റിലായിട്ടുണ്ട്. വിനീത വിജി അതിന്റെ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. വിനീത, കൂടുതൽ വിവരങ്ങൾ വിനീത. വാഹന പരിശോധനയ്ക്കിടെയാണ് അസമിലെ അമിൻഗാവിൽ നിന്ന് ലഹരി മരുന്നുകൾ പിടികൂടിയിരിക്കുന്നത്. ഏതാണ്ട് 70 കോടി രൂപയുടെ ലഹരി വസ്തുക്കളാണ് പിടികൂടിയത്. സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു വാഹനം കാണുകയും തുടർന്ന് അന്വേഷണ സംഘം അത് പരിശോധിക്കുകയുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ വാഹനത്തിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ ലഹരി വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഹെറോയിൻ ഉണ്ട് എന്നറിയപ്പെടുന്നു. ഒപ്പം തന്നെ ഈ ലഹരി വസ്തുക്കൾ ഗുളിക രൂപത്തിലാക്കിയായിരുന്നു ഈ വാഹനത്തിൽ സൂക്ഷിച്ചിരുന്നതെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായും അവർ പറയുന്നത് 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെ വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. പ്രതികൾ ഇതിനു മുൻപും സമാന രീതിയിൽ ഈ ലഹരിക്കടത്ത് നടത്തിയിട്ടുണ്ടോ എന്നും അന്വേഷണ സംഘം പരിശോധിച്ചു വരുന്നുണ്ട്. ഏതാണ്ട് 2 ലക്ഷത്തിലധികം ഗുളികകളാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ഇത് ലഹരി ഗുളികകളാണെന്നും ലഹരി വസ്തുക്കൾ ഗുളിക രൂപത്തിലാക്കി സൂക്ഷിച്ചിരുന്നതെന്നും അന്വേഷണ സംഘം പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഹെറോയിനും പിടികൂടിയിട്ടുണ്ട്. 2 പേരെ കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. ശരി, സമീപകാലത്ത് രാജ്യത്തെ തന്നെ വലിയ ലഹരി വേട്ടകളിലൊന്നാണ് ഇത്. അമിൻഗാവിൽ നിന്ന് 70 കോടി രൂപയുടെ ലഹരി മരുന്നാണ് പിടികൂടിയിരിക്കുന്നത്. 2 പേർ അറസ്റ്റിലായിട്ടുണ്ട്. വിനീത വിജി വിവരങ്ങൾ നൽകുകയായിരുന്നു.